ഇപ്പോൾ നിങ്ങൾ കണ്ട പോലത്തെ വീഡിയോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാൻവയ്ക്കകത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ക്യാൻവ വന്ന ശേഷം വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ നമുക്ക് എഡിറ്റിംഗ് പേജിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് ഒരു ഷേപ്പ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി എലമെൻറ്റ്സ്, ഇവിടെ എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ ഷേപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരു ഷേപ്പിൻ്റെ ഇത് വരുന്നതായിരിക്കും. അതിനുശേഷം അതിൻ്റെ പൊസിഷൻ നമ്മൾ അത്യാവശ്യം നമ്മൾ ആഡ് ചെയ്ത ആ ബ്ലാങ്ക് പേജിൽ അത്യാവശ്യം ഫിറ്റ് ആകുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ പൊസിഷൻ കറക്റ്റാക്കുക. പൊസിഷൻ കറക്റ്റാക്കിയ ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്ലാക്ക് കളർ ആക്കുവാണ്. ഇതിൻ്റെ ഷേപ്പിൻ്റെ അവിടെ മുകളിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കളർ ബ്ലാക്ക് ആക്കി. ഇനിയിപ്പോൾ നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് ടെസ്റ്റാണ് വേണ്ടത് അത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് എൻ്റെ പേര് തന്നെ ഇവിടെ ജസ്റ്റ് അടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ പേര്, യൂട്യൂബ് ചാനലിൻ്റെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേര് തന്നെ അടിച്ചു കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് ഞാൻ ചേഞ്ച് ചെയ്ത ശേഷം ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യണം. അപ്പം കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരുന്നാൽ മാത്രമാണ് നമുക്ക് ആ ടെസ്റ്റിനകത്തൂടെ ആ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ആഡ് ചെയ്ത ആ ഷേപ്പിൻ്റെ അത് ഫില്ലാകുന്ന വരെ നമുക്ക് ഇത് കറക്റ്റാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് സൈസ് ഇൻക്രീസ് ചെയ്യാം. ഇപ്പം അത്യാവശ്യം കറക്റ്റായിട്ട് ഫിറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പം ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് PNG-യിലേക്കാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ സൈസ് ശരിയായി. അതിനുവേണ്ടി ഇവിടെ ഏറ്റവും മുകളിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ MP4 ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് മാറ്റി PNG ആക്കുക. PNG ആക്കിയ ശേഷം ഇതിൻ്റെ ക്വാളിറ്റി ഫുള്ളാക്കിയ ശേഷം ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അത് PNG ആയിട്ട്, ഹൈ ക്വാളിറ്റി PNG ആയിട്ട് അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പേജ് ഡിലീറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇപ്പം എഡിറ്റ് ചെയ്ത ഈ പേജ് ഡിലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്താണ് വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഈ പേജ് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ശേഷം നമുക്കിവിടെ ഡിലീറ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡിലീറ്റ് പേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് വീഡിയോ ആണ് വേണ്ടത് അത് ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് പിക്സബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് സൈറ്റുകളുണ്ട് ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള വീഡിയോ ഫൂട്ടേജ് കിട്ടുന്ന ഏതെങ്കിലും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡൗൺലോഡ് ചെയ്ത ശേഷം ഇനിയിപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത, അതായത് നമ്മുടെ PNG ഫയൽ, നമ്മുടെ പേര് വെച്ച് നിങ്ങളുടെ ചാനലിൻ്റെ പേരാണെങ്കിൽ ആ ചാനലിൻ്റെ പേര് വെച്ച് ആഡ് ചെയ്ത PNG ഫയൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മാറ്റണം. നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ എഡിറ്റ് ഫോട്ടോ മുകളിൽ തന്നെയുള്ള എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ആക്കുന്നുണ്ട്. സൈസ് കറക്റ്റ് ആക്കിയ ശേഷം നമുക്ക് ആ എഡിറ്റ് ഫോട്ടോ എന്നുള്ള ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ തന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ക്യാൻവ പ്രോ ആയിരിക്കണം. പ്രോ യൂസ് ചെയ്യുന്നവർക്കാണ് ഇത് കിട്ടുന്നത്. ക്യാൻവ പ്രോ എങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാമെന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് മന്ത്ലി പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. മന്ത്ലി പൈസ കൊടുത്താലും ഇതിനകത്ത് ഇങ്ങനത്തെ ക്യാൻവയ്ക്കകത്തൊക്കെ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്താലും നഷ്ടമൊന്നുമില്ല. കാരണം നമുക്ക് യൂട്യൂബിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് വെച്ച് നഷ്ടമൊന്നുമില്ല. കാരണം അത്രമാത്രം ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ വീണ്ടും ഇടുന്നതായിരിക്കും. ക്യാൻവയെക്കുറിച്ചുള്ള ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ ശേഷം നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലെ ബ്ലാക്ക് കളർ വെച്ച് ഫുൾ ആ വീഡിയോ കവർ ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫുള്ളായിട്ട് കവറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. നമ്മുടെ ലെറ്ററിൻ്റെ അവിടെ നിങ്ങൾക്ക് ആ വീഡിയോയുടെ എന്ത് വീഡിയോ ആണോ അതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നടുക്ക് കൊണ്ടുവന്നിട്ട് അതേ ക്ലിക്ക് ചെയ്ത ശേഷം മൗസിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇവിടെ സ്പ്ലിറ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്പ്ലിറ്റ് പേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്പ്ലിറ്റ് പേജ് ചെയ്യണ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് നമ്മുടെ ആ ടെസ്റ്റ് വന്ന ശേഷം അത് സൂമായി നിങ്ങൾക്ക് നേരത്തെ ആ സ്റ്റാർട്ടിങ് കണ്ട പോലെ സൂമായി വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് അതിന് ശേഷം ഇത് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പേര് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഡ്രാഗ് ചെയ്ത് നമ്മളൊരു ബ്ലാക്ക് സ്പോട്ടിലേക്ക് കൊണ്ടുവരണം. അതായത് ഇപ്പോൾ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ
THEJAS എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇയും ജെയും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്. ആ ബ്ലാക്ക് സ്പോട്ട് വരെ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അത് സൂം ചെയ്ത് നേരെ ബ്ലാക്ക് സ്പോട്ടിലേക്ക് വരുന്നതായിട്ട് തോന്നും. അപ്പോൾ കൂടുതൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഇതുണ്ടോ, ഇത് ഡ്രാഗ് ചെയ്ത് സൂം ചെയ്ത് കൊണ്ടുപോകുക. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ആ ഗ്യാപ്പ് വരുന്ന അതുവരെ നമ്മൾ സൂം ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇയും ജെയും വരുന്ന ആ ഗ്യാപ്പിൻ്റെ അവിടെയാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് സൂം ചെയ്ത് കൊണ്ടുപോകുക. ഇങ്ങനെ സൂം ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ സൈസ് കറക്റ്റായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഒരു ട്രാൻസാക്ഷൻ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അത് ആ ഗ്യാപ്പ് ആ സ്പോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ കറക്റ്റായിട്ട് സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാൻവയ്ക്കകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോ. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ അതുപോലത്തെ കാര്യങ്ങളും പിന്നെ ഇതിനകത്ത് മാജിക് ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ക്യാൻവയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ക്യാൻവയെക്കുറിച്ച് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ തീർച്ചയായും അതിനെക്കുറിച്ചൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ക്യാൻവ എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു ടൂളാണ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ മൂവ് ആൻഡ് മാച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫുള്ളാക്കുക. അത് ഫുള്ളാക്കിയ ശേഷം നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള. അപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സ്പ്ലിറ്റ് ചെയ്ത പേജിൻ്റെ ഇടയ്ക്ക് ട്രാൻസാക്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് മൂവ് ആൻഡ് മാച്ച് ആക്കുക. ഇപ്പോൾ കണ്ടോ, ഇത് സൂമായി വരുന്നുണ്ട്. പക്ഷേ അത് പെർഫെക്റ്റ് ആയിട്ടില്ല. കണ്ടോ, അത് പെർഫെക്റ്റ് ആയിട്ടില്ല. കാരണം ഞാനത് സൂം ചെയ്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വീണ്ടും അത് സൂം ചെയ്ത് കറക്റ്റ് ആ ബ്ലാക്ക് സ്പോട്ട്, ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് സ്പോട്ട് വരുമ്പോഴാണ് ഇവിടെ ബ്ലാക്ക് ആയിട്ട് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ആ ടെസ്റ്റ് വന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അട്രാക്റ്റീവ് ആകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് സൂം ചെയ്ത് വീണ്ടും നമ്മളത് ഡ്രാഗ് ചെയ്ത് സൂം ചെയ്ത് നമ്മൾ ആ ബ്ലാക്ക് സ്പോട്ടിൽ തന്നെ അത് കൊണ്ട് വെക്കുമ്പോഴാണ് അത് കൂടുതൽ അട്രാക്റ്റീവായിട്ട് വരുന്നത്. ഇപ്പം ഞാനത് ബ്ലാക്ക് സ്പോട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടോ, ആ ബ്ലാക്ക് സ്പോട്ടിലാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് ആ ടെസ്റ്റ് വന്ന് നിൽക്കത്തില്ല. ഇപ്പോൾ ജസ്റ്റ് ആ ടെസ്റ്റ് ആദ്യമേ കാണിക്കുന്നത്. ടെസ്റ്റ് കാണിച്ച ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് സൂമായി പോകുന്നു. ഇവിടെ നോക്കി ഞാൻ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ കണ്ടോ കറക്റ്റായിട്ട് സൂമായി വരുന്നതായിരിക്കും. സൂമായിട്ട് വന്ന ശേഷം അത് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും.